ജിങ്ജു കാസൽ ഇതുവരെ മൈൻഡ് ബോക്സ് പിടിച്ചെടുക്കാനുള്ള ജസ്റ്റ് ക്ലാന്റെ പ്രവർത്തനങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി പരാജയപ്പെട്ടു. ഇത് ജസ്റ്റ് ക്ലാൻ ലീഡർ തന്റെ പ്ലാൻ മാറ്റാൻ കാരണമായി. അവർ താൽക്കാലികമായി ഒന്നും ചെയ്യണമെന്ന് തീരുമാനിച്ചു. മറുവശത്ത് ഞങ്ങളുടെ മാസ്റ്ററിന്റെ മരണത്തിൽ ഞങ്ങൾ ദുഃഖിക്കുകയായിരുന്നു. വു ആണെങ്കിൽ സ്വയം കുറ്റപ്പെടുത്തി എങ്ങോട്ടേക്കോ നടന്നുപോയി. എല്ലാം എന്റെ തെറ്റാണ്. മാസ്റ്ററിനെ സംരക്ഷിക്കാത്തതിന് എന്നെ കുറ്റപ്പെടുത്തു. ഭാഗ്യവശാൽ സിങ്ക്യാനുമായ യുദ്ധത്തിനു ശേഷം മിങ്കുവിൽ ഉണ്ടാക്കിയ മാറ്റം ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. പർപ്പറ്റ് മാസ്റ്ററിനെ തോൽപ്പിക്കാനും സ്വന്തം അനുജനെ രക്ഷിക്കാനും അവൾ ഞങ്ങളുടെ കൂടെ ചേർന്നു. രാത്രിയിൽ മാസ്റ്ററെ ഓർക്കാൻ ഞങ്ങൾ കാറ്റ്ലാൻഡെ കത്തിക്കുമ്പോൾ വു വേറെ എവിടെയോ നിന്ന് വിഷമിക്കുകയായിരുന്നു. മാസ്റ്റർക്ക് സംഭവിച്ചത് എന്നെ വല്ലാതെ വിഷമിപ്പിച്ചെങ്കിലും വൂവിനെ അത് വല്ലാതെ അലട്ടിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ പപ്പൻ മാസ്റ്ററിന്റെ കീഴോദ്യോഗസ്ഥ അവരെ നിരീക്ഷിക്കുകയായിരുന്നു. വേദനിക്കുന്നു പൂവിന്റെ ഇഷ്ടം. അടിപൊളി, താങ്ക് യു സാർ. അതെന്റെ കടമയല്ലേ. നിനക്ക് മാത്രം ഒന്നുകൊണ്ട് ഉറങ്ങാനായിട്ട് എന്റെ എനിക്കും വേണം. ഇതുണ്ടാക്കാൻ കുറച്ച് സമയം എടുക്കും ലിൽപ്പായി. ഈ കാട്ടിലെ ഇലകൾക്ക് ഭയങ്കര വലിപ്പമാണ്. ലിൽപ്പായി, നീ ഇവിടെ കിടന്നുറങ്ങിക്കോ. എനിക്ക് തണുക്കും. എന്നെ നിന്റെ കൂടെ കിടത്ത്. ഒരു പെണ്ണിന്റെ കൂടെ കിടക്കാൻ നിനക്ക് നാണമില്ലേ? അതും ഒരു സുന്ദരിയായ പൂച്ചയുടെ കൂടെ. അപ്പൊ മിങ്കു ശശിയാണോ? എന്റെ കൂടെ വരാൻ ഞാൻ അവളോട് പറഞ്ഞപ്പം അവളത് നിരസിച്ചു. മിങ്കുവിന് നമ്മളെക്കാൾ കാട്ടിൽ ഉറങ്ങാൻ ശീലിച്ചതായി തോന്നുന്നു. ആ പാരമ്പര്യക്കാരൻ ഇതുവരെ തിരിച്ചു വന്നില്ലല്ലോ. ഞാൻ പോയി അവനെ നോക്കിയിട്ട് വരാം. അത് വേണോ? വെറുതെ അവനെ ബുദ്ധിമുട്ടിക്കണ്ട. സ്വന്തം മാസ്റ്റർക്ക് സംഭവിച്ചതിന്റെ പേരിൽ വീണ്ടും സ്വയം കുറ്റപ്പെടുത്തുന്നുണ്ടാകും. ഒരു പൂച്ചയെ പോലെ അവനും ശാന്തമാകട്ടെ. വന്നുറങ്ങടാ. ഞാൻ ശരിക്കും ഉപയോഗശൂന്യനാണ്. ഓർക്കണം, ശാന്തമാകുന്നതാണ് നിന്റെ യഥാർത്ഥ ശക്തി. എത്ര ശ്രമിച്ചിട്ടും പുറത്തേക്കുള്ള വഴി കണ്ടെത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? നാശം. എന്തുകൊണ്ട്? നീ എന്താ മരിക്കാനുള്ള പുറപ്പാടിലാണോ? തർക്കിക്കുന്നത് നിർത്തൂ. നിങ്ങളുടെ ഹാർമണി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പോകാം. ഞാൻ ശരിക്കും ഉപയോഗശൂന്യമാണ്. ആരാണ്? നീ വളരെ ജാഗരൂകനാണല്ലോ. നീ ഇപ്പോൾ ഒറ്റയ്ക്കാണ്. നേരെ മറിച്ച് അതെനിക്ക് ഉപയോഗവുമാണ്.
ശരി, ഏകാഗ്രയുടെ ഒരൊറ്റ വിരൽ കൊണ്ട് ഞാൻ നിന്നെ ഒരു നൂൽപ്പാവയാക്കി മാറ്റും. മൈൻഡ് ബോക്സിന്റെ ഒരൊറ്റ വിരൽ കൊണ്ട് പിടിച്ചെടുക്കും. വരൂ വരൂ, ഞാൻ നിന്റെ മനസ്സിലിരിപ്പൊന്ന് കാണട്ടെ. ഇദ്ദേഹത്തെ രക്ഷിച്ച ലിൽബായിക്ക് നന്ദി. ഇതൊക്കെ നിസ്സാരമല്ല. ഷോ, എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. അപ്രതീക്ഷിതമായി സാഡും പുതിയ ഹാർമണി കൈവരിച്ചിരിക്കുന്നു. ഉപയോഗശൂന്യൻ, മനക്കട്ടിയില്ലാത്തവൻ, ഒന്നിനും കൊള്ളാത്തവൻ. എന്തുകൊണ്ടാണ് ഞാൻ ഏറ്റവും ശക്തനായതും പിന്നീട് എല്ലാവരുടെയും പിറകിലായതും? എനിക്ക് കൂടുതൽ ശക്തനാകാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല? പ്രശസ്തമായ ഭൂകുടുംബത്തിന്റെ അംഗമല്ലേ ഞാൻ? നീ ഭൂകുടുംബത്തിന്റെ അംഗമാണ്. നിന്റെ പ്രതീക്ഷകൾക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു. നീ ഞങ്ങളെ നിരാശപ്പെടുത്തരുത്. വളരെ നല്ലത്, തുടർന്നോളൂ. സത്യം പറഞ്ഞാൽ എനിക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത വെറും സാധാരണ ഓർമ്മകളാണവ. എനിക്കൊരു കഴിവും കാണില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും മുത്തശ്ശൻ അങ്ങനെ പറയുന്നത്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ പെപ്പർഷോനെ രക്ഷിക്കാൻ തുടങ്ങിയിരിക്കുന്ന വീരന്മാരെ പറ്റിയാണ്. അവനാണ് ട്രംപ്. അതിൽ ഫോർ സ്റ്റാറിൽ നിന്ന് വരുന്ന ലിൽബായ്, ഫിഗർ ക്ലാനിൽ നിന്നുള്ള ജീൻ, പിന്നെ സിംഗിങ് ക്ലാനിലെ സാസ്. അപ്പോ ഈ ഞാനോ? എന്നാൽ ട്രൂപ്പ് ഹോപ്പിൽ 4 പൂച്ചകളില്ലേ? അതെന്റെ ഓർമ്മയിൽ വന്നില്ല. പാതി വഴിയിൽ വന്നു ചേർന്ന മിങ്കിയും ഉണ്ട്. അവരിൽ ഒരാളുമുണ്ടല്ലോ, അത് വെള്ളം തിളപ്പിച്ച് പാകം ചെയ്യുന്ന പൂച്ചയല്ലേ? അതവന്റെ ട്രിക്കല്ലേ മച്ചാജി? അയ്യോ, എന്തൊക്കെ ഇവൻ ചിന്തിച്ചു കൂട്ടുന്നത്. അത് സാരമില്ല. എന്നാൽ ഓവിന്റെ കാര്യം വരുമ്പോൾ അദ്ദേഹം ഒരു ഡ്രാഗനെ പോലെയാണ്. അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാണ്. പ്രശസ്തമായ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അവൻ എന്തുകൊണ്ടാണ് ഇത്ര ഉപയോഗശൂന്യമായത്? അതവനൊരു മുൻകോപിയായോണ്ടാ. ഹേ, അങ്ങനെയൊന്നുമല്ല. ഇവൻ കള്ളമല്ല പറഞ്ഞത്, അവനൊരു കഴിവുമില്ല. അതുപോലെ തന്നെ സ്വന്തം ഉത്ഭവത്തെ കുറിച്ച് പറഞ്ഞു നടക്കുന്ന വായി നോക്കിയാണ് അവൻ എല്ലാവരുടെയും കഴിവിനെ പറ്റി പുച്ഛിക്കുന്നവൻ. അയ്യോ, അങ്ങനെയൊന്നും പറയരുത്. അവസാനം അവന് ട്രൂപ്പ് ഹോപ്പിനെ സഹായിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, സ്വന്തം മാസ്റ്ററെ ബലി കൊടുക്കുകയും ചെയ്തു. മാസ്റ്ററിനെ കൊന്നത് ഇവനാണ്. ഞാനോ? നിനക്കൊരു കഴിവുമില്ല, നീ ഒരു ഉപയോഗശൂന്യനാണ്. എനിക്കൊരു കഴിവുമില്ല. ഞാനാണ് മാസ്റ്ററെ കൊന്നത്. ഇനി ഞാൻ സംസാരിക്കാം. അയ്യോ, പാവം കൊച്ചു സുന്ദരൻ, നീ തയ്യാറാണെങ്കിൽ ശക്തനാകാൻ ഞാനൊരു അവസരം തരാം. നിങ്ങൾ ശക്തരാകുന്നിടത്തോളം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങളെ വീണ്ടും ആവശ്യമായി വരും, അല്ലേ? എനിക്ക് ശക്തനാകണം. നിങ്ങളെ ശക്തരാക്കാൻ മൈൻഡ് ബോക്സിന്റെ ശക്തി ഉപയോഗിക്കണം. ഈ കാട്ടിലേക്ക് അത് കൊണ്ടുവരൂ. എങ്ങനെ ശക്തരാകാമെന്ന് ഞാൻ നിങ്ങളോട് പറയാം. മൈൻഡ് ബോക്സ് എടുക്കണം.
വേഗം വാ, മൈൻഡ് ബോസ് ഈ ചേച്ചിക്ക് തന്നിട്ട് പോടാ. എന്ത്? ഇപ്പൊ തരാം. ഒടുവിൽ നീ എന്റെ കയ്യിൽ അകപ്പെട്ടിരിക്കുന്നു.